ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സ്വത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷാകുന്ന തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സർവ്വത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. സർവാധിപനാകർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാമവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവ്വത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആ ശരീരങ്ങൾക്ക് പകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. സഹോദരരെ, പൗലോസ് ശ്ലീഹ കൊരിന്ഥോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, ആത്മീയദാനങ്ങളെ പറ്റി നിങ്ങൾ അജ്ഞരായിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിഷാദരായിരുന്നപ്പോൾ മൂകവിഗ്രഹങ്ങളുടെ അടുത്തേക്ക് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധം നയിക്കപ്പെട്ടിരുന്നു എന്നറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങളെ ഇത് അറിയിക്കുന്നു. ദൈവാത്മാവിൽ സംസാരിക്കുന്ന ആർക്കും ഈശോ ശപിക്കപ്പെട്ടവൻ എന്ന് പറയാൻ കഴിയില്ല. ഈശോ കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിൽ അല്ലാതെ ആർക്കും പറയുക സാധ്യമല്ല. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നേ ഉള്ളൂ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ദൈവം തന്നെ. ഓരോരുത്തർക്കും പൊതു നന്മയ്ക്ക് വേണ്ടി ആത്മാവിനെ വെളിപ്പെടുത്തൽ നൽകപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് വിജ്ഞാനത്തിന്റെ വചനം ആത്മാവിനാൽ നൽകപ്പെട്ടിരിക്കുന്നു, മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ അറിവിന്റെ വചനവും, വേറൊരാൾക്ക് അതേ ആത്മാവാൽ വിശ്വാസവും, മറ്റൊരാൾക്ക് അതേ ആത്മാവാൽ രോഗശാന്തി വരങ്ങളും. ഒരുവന് അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവും മറ്റൊരുവന് പ്രവചനവും, ഇനിയൊരുവന് ആത്മാക്കളെ വിവേചിക്കാനുള്ള കഴിവും, വേറൊരുവന് വിവിധ ഭാഷകളും മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനവും. ഓരോരുത്തർക്കും തന്നിഷ്ടമനുസരിച്ച് പ്രത്യേക ദാനം നൽകുന്ന അതേ ആത്മാവ് ഇവയെല്ലാം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമനതായി വന്നു നിറഞ്ഞു തുറന്നിരുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. എത്ര മനോഹരപൂരിത കവിത തൂലിക പോലെന്നാവിപ്പോൾ. ഹല്ലേലൂയ, പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 16-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ ആശ്വാസകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിവരെ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ഇനിയും ഏറെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളവയെല്ലാം എന്റേതാണ്. അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പന്തക്കുസ്ത പെരുന്നാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ജീസസ് യൂത്തിന്റെ റീകമ്മിറ്റ്മെന്റിന്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുകയാണ്. സഭയുടെ ജന്മദിനമാണ് പന്തക്കുസ്ത പെരുന്നാൾ. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് പരിശുദ്ധ മാതാവിന്റെയും സ്ത്രീഹന്മാരുടെയും മേൽ എഴുന്നള്ളി വന്ന ദിവസമാണ് സഭ ഔദ്യോഗികമായിട്ട് ജന്മം കൊണ്ടത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സഭയുടെ ജന്മദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ മാതാവായ പരിശുദ്ധ സഭയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് തന്റെ സഭയുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രത്യേകം അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി പരിശുദ്ധ മാർപ്പാപ്പയും മറ്റ് സഭാനേതൃത്വത്തിലുള്ളവരും ഒക്കെ സഭയിൽ മുഴുവനും ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടങ്ങളിലൂടെ നയിക്കാനുള്ള വലിയ കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജീസസ് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമുക്കറിയാം, എല്ലാ വർഷവും പന്തക്കുസ്ത ദിവസമാണ് നമ്മൾ നമ്മുടെ പുനരർപ്പണം നടത്തുന്നത്. കമ്മിറ്റ്മെന്റ് ആയിട്ട് ആഘോഷിക്കുകയാണ്. ആയിരക്കണക്കിന് ജീസസ് യൂത്ത് അംഗങ്ങൾ ഇന്ന് ലോകമെമ്പാടും ഈ തങ്ങളുടെ അർപ്പണം പുതുക്കുന്ന ദിവസമാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ മൂവ്മെന്റിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനും അഭിഷേകത്തിനുമായിട്ട് നമുക്ക് സമർപ്പിക്കാം, പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഈ കമ്മിറ്റ്മെന്റ് നമ്മൾ എടുക്കുന്നത് 3 കാര്യങ്ങൾക്കായിട്ടാണ്. ഒന്ന്, ജീസസ് യൂത്ത് ജീവിതശൈലി പിന്തുടരുമെന്ന്. 6 പില്ലേഴ്സിൽ അധിഷ്ഠിതമായ ജീസസ് യൂത്ത് ജീവിതശൈലി എന്റെ ജീവിതത്തിൽ ഞാൻ പാലിച്ചുകൊള്ളാം, പിന്തുടർന്നുകൊള്ളാം എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ, ജീസസ് യൂത്ത് ഡെയിലി പ്രയർ, അനുദിന പ്രാർത്ഥന മുടക്കം കൂടാതെ പ്രാർത്ഥിച്ചുകൊള്ളാമെന്ന്. മൂന്നാമത്തേത്, ജീസസ് യൂത്ത് എനിക്ക് ഓഫർ ചെയ്യുന്ന ഫോർമേഷൻ പ്രോഗ്രാമിനോട് തുറവി ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് നമ്മളെടുക്കുന്ന ഈ ഒരു കമ്മിറ്റ്മെന്റ്, ഈ 3 പ്രതിജ്ഞകളിൽ അധിഷ്ഠിതമായ കമ്മിറ്റ്മെന്റ്, അത് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് ശക്തി ലഭിക്കുന്നത്, സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും അനുഗ്രഹവും കൊണ്ട് മാത്രമാണ്. ശരിക്കും ഈ പന്തക്കുസ്ത ദിവസം തന്നെ നമ്മുടെ കമ്മിറ്റ്മെന്റ് വെച്ചിരിക്കുന്നത് വളരെ അർത്ഥപൂർണ്ണമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ചോയ്സാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ സാധിക്കില്ല നമുക്ക് ഒരു ജീസസ് യൂത്തായിട്ട് ജീവിക്കാം, ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ്. ഒരു ക്രൈസ്തവനായിരിക്കാൻ, ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടിയേ തീരും. എനിക്ക് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും, എനിക്ക് അറിവുണ്ടായാലും ഇല്ലെങ്കിലും, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹായവും അഭിഷേകവും കൂടാതെ എനിക്ക് ഈ ലോകത്തിൽ ക്രൈസ്തവനായി ക്രിസ്തു ശിഷ്യനായി ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ജീസസ് യൂത്തായിട്ട് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ഞാൻ ഇന്ന് ഏറ്റെടുക്കുന്ന ഈ പ്രതിജ്ഞകൾ അത് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടിയേ തീരും. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീസസ് യൂത്തിനെ മുഴുവനും എല്ലാ അംഗങ്ങളെയും ഇന്ന് പ്രത്യേകമായിട്ട്
അഭിഷേകത്തിനായിട്ട് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അർത്ഥപൂർണവും അനുഗ്രഹീതവുമായ ഒരു കമ്മിറ്റ്മെന്റ് ആശംസിക്കുകയാണ്. കമ്മിറ്റ്മെന്റ് മാത്രമല്ല, തുടർന്നുള്ള ജീവിതത്തിൽ, മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ ഇന്ന് സ്വീകരിക്കുന്ന കമ്മിറ്റ്മെന്റ് അതിൽ നിലനിൽക്കാനും അതിൽ ജീവിക്കാനും അതുവഴി ഞാനായിരിക്കുന്ന സമൂഹത്തെ, ലോകത്തെ കൂടുതൽ നന്മയുള്ളതാക്കി തീർക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രത്യാശയോടെ നിന്ന് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പന്തക്കോസ്താദിനാളിൽ സ്നേഹന്മാരുടെ മേൽ തിരുനാളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് സുവിശേഷം അറിയിക്കുവാൻ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ലോകമെങ്ങും വചനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കുന്നതിന് എഴുന്നള്ളി വരണമേ. വരദാനന്മാർ ശ്രീഹന്മാരെ സമരനാക്കിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൃപാവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ വേണ്ടധ്യക്ഷ പിതാവുമായ മാർ ജോർജ് മെത്രാനെയും അവരുടെ സഹശുശ്രൂഷികളെയും പ്രേക്ഷകങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനം നൽകി അനുഗ്രഹിക്കുന്നതിന് എഴുന്നള്ളി വരണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും സ്ത്രീകന്മാർക്ക് പ്രത്യാശയും ധൈര്യവും ദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. ജീവിതത്തിന്റെ വിദ്യകളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും രക്ഷകരായി പ്രശോഭിക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങൾ സമർത്ഥമായി നൽകുന്നതിന് എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നൽകി സുവിശേഷ ചൈതന്യമുള്ള സ്നേഹന്മാരെ നിറച്ച കർത്താവേ, ഈ ദിവ്യാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിലും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നിനക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകട്ടെ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും നിനയായിട്ട് യോഗ്യമായ വിധം വ്യാപരിക്കുകയും ചെയ്യട്ടെ. സ്വർഗ്ഗത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ മറിയത്തിന്റെയും നീതിമാനായ മാറിയ ഔസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹിതന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ദൈവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തനുമായ യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിൽ നിന്നുള്ള സത്യവും പിതാവിന്റെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം
സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീഹായ്ക്കോട് മരിക്കുകയും സംസ്കരിക്കുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് കൊണ്ടുവന്ന സത്യാത്മാവും ജീവനാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് അമാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളിലേക്ക് തുടരുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനങ്ങളോടുകൂടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആദരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധരുടെ സ്നേഹത്തിൽ വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധരുടെ കൃപയാൽ ഈ വിധത്തിന്റെ സഹായത്തിന് രക്ഷിക്കും സൗരനായിട്ട് നിത്യജീവനം കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാനയുടെ കാര്യങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ശരീരരക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായ മറ്റും ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി വികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളിലേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശുദ്ധരുടെ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടുകൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ ബലിസപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കുന്നവരെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങളിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായപൂർവമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരന്റെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ഗ്രഹങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാമങ്ങളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാലും ലോകത്തെയും എല്ലാ സ്ഥലത്തെയും നിന്നോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവട്ടെ പ്രമാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ ആയിരങ്ങളും മഹോന്നതനായി മുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അലൗകികമായ സ്വർഗീയ സൈന്യങ്ങളെ വേണ്ട നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അലൗകികമായ പ്രവചന്മാരോടും സ്ഥാപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു, മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന.
അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ബലഹീനമായ ദാസസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിഞ്ഞു പോയി ഞങ്ങളെ സൗന്ദര്യക്കുകയും മൃതരായ ജീവിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളുടെ മനുഷ്യബുദ്ധി ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സർവ്വലോക സഭകളും ഭരണാധികാരികളുമായ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർ ജോർജ് മെത്രാൻ, ഞങ്ങളുടെ പിതാവുമാർ ജോർജ് മെത്രാനും വിശുദ്ധ സഭ മുഴുവനും പുരോഹിതന്മാർ, സമർപ്പിതന്മാർ, പ്രേക്ഷിതർ, ഭരണകർത്താക്കളുടെ അധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി വിമർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധന്മാരായ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശകൾ കാത്തിരിക്കുന്ന എല്ലാവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നന്നായ ഞങ്ങളുടെ വിശുദ്ധ ശരീരരക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. യുവമേഖലത്തിന്റെ മതാവേദിയുടെ സന്നിധിയിൽ പ്രീതികളുടെ പിതാക്കന്മാരുടെ സ്മരണകളെ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അന്ന് മാത്രമാണ് ഭാരതപിതാവായ നിർബന്ധനായ ശംസികാനായ എല്ലാവരുടെയും ഞങ്ങളുടെ ആദ്യമായി ശിഖാവും ജീവിതായ ശേഷം വഴി വിശുദ്ധമാകുന്ന സഭ്യ സന്താനങ്ങളായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും ശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എല്ലാവരും അറിയട്ടെ. കർത്താവിനെ ഞങ്ങളും അങ്ങ് നൽകിയ മാതൃക സ്വീകരിച്ച നാമത്തിൽ ഒരുമിച്ച് കൂടി രക്ഷകമായ ശംസികാരുടെ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. ദാസരുടെ കുർബാനയിലൂടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും ഉപകരിക്കുകയും ചെയ്യട്ടെ. നീ അവരുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിന്റെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ അവരോടൊന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മഹനീയമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന്റെ ദുരിതം എന്നോട് ദയതോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും
ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന്റെ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാഭാവം നിങ്ങൾ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങിയ ജീവനുള്ള ആത്മാവുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവർക്കും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമീപിക്കാം. അനുതാപ ശരണത്തോടെ അപരാധങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളുടെ പശ്ചാത്തലത്തികൊണ്ടും സഹോദരരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഇന്നലെ കലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിൽ ദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോശിപ്പോടും ഐക്യത്തോടും കൂടെ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. ദിവ്യകാരുണ്യമേ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സർവ്വവിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പങ്കുവയ്ക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയം പ്രസന്നവനും നിഷ്കളങ്കരുമായ വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവിശോം ശിഖയുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവർക്കും സമ്പൂർണ്ണമാകട്ടെ. മിശിഹായുടെ ശരീരം എന്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേ ഉൾക്കൊള്ളുവാൻ
ഇവയുടെ താപമായ ദൈവത്തിന് സ്തുതിയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങളെ അങ്ങയുടെ ദിവ്യദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ ക്രൂശിലെ ബലി വഴി ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവരാജ്യത്തിന് അങ്ങ് ഞങ്ങളെ അർഹരാക്കി. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് നിരന്തരം പ്രതിജ്ഞ അർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവും രക്ഷകരുമായ മിശിഹായെ, നിന്റെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് സ്വർഗ്ഗീയ ജീവിതത്തിന് നീ ഞങ്ങളെ അർഹരാക്കി. വിചാരത്തിലും മനസ്സിലും പ്രവൃത്തിയിലും വിശുദ്ധീകരിക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ മഹത്വം അനുഭവിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സ്വർഗ്ഗവാസികളോടും ഭൂവാസികളോടും ചേർന്ന് ഈ അനന്തദാനത്തിന് ഞങ്ങൾ പ്രതിജ്ഞ അർപ്പിക്കുന്നു. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സ്നേഹപിതാവാം സകലേശൻ സൃഷ്ടിച്ചല്ലോ മാനവരെ, രക്ഷിച്ചങ്ങേ തിരുസുതനാൽ നൽകി ദിവ്യരഹസ്യം കൈക്കൊള്ളും നമ്മെ നയിക്കും നിഖിലേശൻ. പാടാം ദൈവസ്തുതികൾ നാം വാഴ്ത്താമെന്നും തിരുമുൻപിൽ. പരിപാവനമീയാഗത്തിൽ പങ്കാളികളായി തീർന്നവരാ നമ്മെ നിതാന്തം സകലേശൻ പ്രേഷിതനായി നയിക്കട്ടെ. രക്ഷകൃപയും താതൻ തൻ സ്നേഹവും ഒപ്പം പ്രൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ കർത്താവേ അഖിലലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരെയും ഈ നിമിഷങ്ങളിൽ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങേ ആരാധിച്ച ദിവ്യകാരുണ്യ അപ്പത്തിൽ അങ്ങേ കണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ ഞങ്ങൾ ഈ ദേവാലയത്തിൽ അയക്കുന്നവരും ഇതിൽ സംബന്ധിക്കുന്ന മറ്റെല്ലാവരെയും അവരെ ഏറ്റവും സ്നേഹത്തോടെ വിശ്വാസത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കൂടെ അയക്കാൻ സാധിക്കുന്നതിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ അപ്പത്തിൽ ഞങ്ങളോട് ഇത്രയും ചേർന്ന് ഇത്രയും അടുത്ത് അവരെ അങ്ങയെ കാണാനും അങ്ങയെ അനുഭവിക്കാനും അങ്ങയെ ആരാധിക്കാനും ഞങ്ങൾക്ക് അങ്ങനെ അവസരം നൽകുന്നുവല്ലോ. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനും ഞങ്ങളുടെ ഓരോരുത്തരെയും അങ്ങയുടെ കൃത്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജീവിതത്തിനെയും ലോകമെമ്പാടുമുള്ള എല്ലാ ജീവിതങ്ങളെയും പ്രത്യേകമായിട്ട് ഇന്നത്തെ ദിവസം ഈ കമ്മിറ്റ്മെന്റ് ദിവസം വ്രതപുസ്ത ദിവസം പ്രാർത്ഥനാപൂർവ്വം അങ്ങയുടെ കൃത്യങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചു തന്നുകൊണ്ട് ലോകം മുഴുവനെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് എത്തിച്ചു തന്നുകൊണ്ട് അവരെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് ഏറ്റവും വിശ്വാസത്തോടെ സ്നേഹത്തോടെ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസവും മുൻപിലാണച്ച് കുമ്പിടുന്നു. പ്രിയപ്പെട്ട നാഥ, ദിവ്യനായ ഈശോയെ, ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സർവസ്വവും അങ്ങയുടെ കൃത്യങ്ങളിലേക്ക് എത്തിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അവരാനെ അങ്ങ് ഞങ്ങളോട് കാണിച്ചിട്ടുള്ള ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് ഞങ്ങൾ ജീസസ് യൂത്ത് മൂവ്മെന്റിനെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് നൽകുന്നു. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന, ലോകത്തോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു സാക്ഷ്യമായിട്ട് ഈ കാലഘട്ടത്തിൽ ഈ മൂവ്മെന്റിനെ അങ്ങ് ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയുടെ എല്ലാ അംഗങ്ങളെയും കർത്താവേ ഈ ദിവസം പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചു തരട്ടെ. ലോകമെമ്പാടുമുള്ള ജീസസ് അംഗങ്ങൾ ഇന്ന് കമ്മിറ്റ്മെന്റ് റീകമ്മിറ്റ്മെന്റ് ആയിട്ട് ആചരിക്കുന്നു. ആയിരക്കണക്കിന് മക്കൾ തങ്ങളുടെ സമർപ്പണം നവീകരിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ ദിവസം ഏറ്റവും പ്രത്യേകമായ വിധത്തിൽ അയച്ചു തരണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ നിറവോടുകൂടി അഭിഷേകത്തോടുകൂടി ഈ കമ്മിറ്റ്മെന്റ് നടത്താനായിട്ട് എല്ലാ മക്കളെയും അന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈശോയെ, ഈ പ്രത്യേകമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ലോകം മുഴുവനും COVID-19 എന്ന ഈ ഒരു ലോകം ഞങ്ങളുടെ ജീവിതങ്ങളെ എത്രമാത്രം മാറ്റിമറിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. പക്ഷെ എല്ലാം തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റാൻ സാധിക്കുന്ന തമ്പുരാനെ അങ്ങയുടെ ശക്തിയിലും അങ്ങയുടെ സ്നേഹത്തിലും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യവും നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ നന്മയ്ക്കായിട്ട് അങ്ങനെ മാറ്റും എന്ന് ഞങ്ങൾ
ശുശ്രൂഷിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നില്ല എന്ന്, ലോകത്തിൽ സംഭവിക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാം. നമ്മുടെ ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങനെ അനുഗ്രഹിക്കണമേ. വലിയ ആശ്വാസവും സൗഖ്യവും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താഴ്മയോടുകൂടി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് കമ്മിറ്റ്മെന്റ് എടുക്കുന്ന ആയിരക്കണക്കായ എല്ലാ മക്കളെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഏൽപ്പിച്ച് തന്നുകൊണ്ട് ഒരിക്കൽ കൂടി അവരായി അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ ശിരസ്സ് നൽകി ആരാധിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. ഏതാനും നിമിഷങ്ങൾ വിശുദ്ധമായി നമ്മുടെ ഹൃദയവികാരങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഏൽപ്പിച്ചു കൊടുക്കാം. ഹൃദയമായി നമ്മുടെ മൂവ്മെന്റിനെ സമർപ്പിക്കാം. നേതൃത്വം എല്ലാവരെയും ഏൽപ്പിക്കാം. അതുപോലെ തിരുസഭയെ നമ്മുടെ കരങ്ങളിലേക്ക് കൃത്യമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് സഭയുടെ ജന്മദിനമാണ്. 2000 വർഷങ്ങളായിട്ട് ലോകത്തിൽ രക്ഷയുടെ അടയാളമായി കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന സഭ ഇന്ന് ഈ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൂടുതൽ ശക്തിയും ചൈതന്യവും തിരുസഭയ്ക്ക് നൽകാൻ വർദ്ധിതമായ നവചൈതന്യത്തോടുകൂടി ലോകമെമ്പാടും രക്ഷയുടെ അടയാളമായി അങ്ങയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും കൃപയുടെയും ശക്തിയുടെയും ഒക്കെ അടയാളമായി സഭ നിലനിൽക്കാൻ, സഭാഗാത്രം മുഴുവനും സ്നേഹത്തിലൊന്നായി നിലനിൽക്കാൻ കൃപ നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം സന്നിധിയിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. ഇതിൽ കൂടി ഈശോ തങ്ങളെ എല്ലാവരെയും ശരിയായ ഇന്നത്തെ ദിവസം ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആദ്യമായി ഇങ്ങനെ ഈ കമ്മിറ്റ്മെന്റ് നടക്കുമ്പോൾ തടസ്സങ്ങളൊന്നും കൂടാതെ അതിനായിട്ട് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഈ അർപ്പണവും പുനരർപ്പണവും ഒക്കെ നടത്താനുള്ള അനുഗ്രഹം കിട്ടാൻ, അവസരം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. ഇതിലേറെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ കടക്കാർത്തി രക്ഷണമേ എന്ന് അപേക്ഷിക്കാം. ദൈവകർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ഓരോരുത്തരെയും, നമ്മുടെ മുഴുവനായും സഭയെയും ജീസസ് മൂവ്മെന്റിനെ എല്ലാം അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നുകൊണ്ട് ഹൃദയം തന്നെ നന്ദിയോടുകൂടി, സ്നേഹത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി ഞങ്ങളെ തന്നെ വീണ്ടും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക്, തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആരാധിക്കട്ടെ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
ദിവ്യകാരണത്തിന്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനുനി മോചനമേകി ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമായ വിശ്വനാഥനെ വാഴ്ത്തിടുവിൻ. വിശ്വനാഥൻ ഊർജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം യേശുവിനെ വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. നിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ കന്യാമിനെ വാഴ്ത്തിടുവിൻ. മറിയ